റീസെൻ്റ്ലി വന്ന 2-3 PCOD കേസസിൽ കോയിൻസിഡൻ്റലി മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഹിസ്റ്ററി എടുത്ത് നോക്കിയ സമയത്ത് അവർക്ക് പ്രീവിയസ് അബോർഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. PCOD ഉള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഈ അബോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ആ ലേഡീൻ്റെ ഫോളിക്കുലർ സ്റ്റഡി, മുന്നത്തെ മാസത്തെ ഫോളിക്കുലർ സ്റ്റഡി എടുത്ത് നോക്കുക എന്നുള്ളതും, രണ്ടാമത്തത് ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ചെയ്യാന്നുള്ളതും. എപ്പോഴും ഫീമെയിലിന് PCOD ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല അബോർഷൻസ് സംഭവിക്കുക. മേ ബി ഹസ്ബൻഡ് സൈഡ് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ PCOD ഉള്ള ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടോ ട്രീറ്റ്മെന്റ് എടുക്കാതെയോ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അതിന്റെ 2 മാസം മുന്നേ ഉള്ള പ്രീവിയസ് ഫോളിക്കുലർ സ്റ്റഡീസ് എടുത്ത് നോക്കുക. അവരുടെ എഗ്ഗിന് മെച്യൂരിറ്റി ഉണ്ടോ, എഗ്ഗ് കറക്റ്റായിട്ട് മെച്യൂർഡ് ആയിട്ട് തന്നെയാണോ ഓവുലേഷൻ അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോളിക്കുലർ സ്റ്റഡി നിർബന്ധമാണ്. ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് ആക്കി കണ്ടാൽ മതി.